അപ്പോൾ ഗൈസ് നമ്മുടെ ഹൗസ് റെനോവേഷൻ വീഡിയോ ഇട്ടപ്പം അതിനകത്തൊരു ബ്രോ വന്ന് കമന്റ് ചെയ്ത് നമ്മൾ ഇറക്കി കിട്ടി, നിയമലംഘനം നടത്തി. അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തായിരുന്നു. എന്നാലും ഇനിയും ഇപ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് കമന്റ് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, അതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. ബ്രോ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ അതിര്, ഇത് ഇറക്കി കിട്ടിയത്. അങ്ങനല്ല, ആക്ച്വലി ഇതല്ല നമ്മുടെ അതിര്, ഇതാണ് നമ്മുടെ അതിര്. നമ്മളിത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ബാക്കിലോട്ട് ഇറക്കി കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പോലെ പറയാം, ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഒരു റോഡ് ഇല്ലായിരുന്നു, ഇതെല്ലാം ഇടിയായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു നടവഴി മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ റോഡിന്റെ സൈഡിലുള്ള വീട്ടിലുള്ള അപ്പൂപ്പന്മാരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ റോഡാക്കാന്ന് പറഞ്ഞിട്ട് പണ്ട് അവരുടെ ഇടിയല്ല, അവർ തന്നെ ഇടിച്ച് നികത്തി റോഡാക്കിയതാണ്. പഞ്ചായത്ത് കൊടുത്ത് ഇത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ നമ്മുടെ അതിര് തിരിച്ചു വന്നത്. നമ്മുടെ എല്ലാ നാട്ടിലും അവിടെയൊക്കെ പണ്ട് ഇങ്ങനെ റോഡൊക്കെ വന്നതിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. നമ്മൾ അതൊന്നും അറിയാതെ അവിടുത്തെ നാട്ടുകാരെ കയറി ജഡ്ജ് ചെയ്ത് നമ്മുടെ വസ്തു കൊടുത്തു, അത് കാരണം നമ്മൾ ഇറക്കി കെട്ടി, അങ്ങനെയൊന്നും ഒരിക്കലും കാണരുത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും നമ്മൾ നിയമം ലംഘിച്ചുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ എല്ലാ രേഖകളും കാര്യങ്ങളും ഉള്ളതാണ്. ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തോന്നുന്നു. എല്ലാവരോടും സ്നേഹം.